അപ്പോൾ ഇന്നാണ് നമ്മുടെ റംബൂട്ടാന്റെ വിളവെടുപ്പിന്റെ ദിവസം. അപ്ഡേറ്റ്സ് ഫുള്ള് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. സോ ആ ഗിഫ്റ്റിനെ കുറിച്ച് ഗീവ് അവേ ആണ്. ഗീവ് അവേ കുറിച്ച് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ എല്ലാവരും കാണാം. ഓക്കെ. ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ ഇരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഗസ്റ്റ് റൂമിലാണ് കേട്ടോ. ഈ റൂമിൻ്റെ ചെറിയൊരു ഔട്ട്സൈഡ് ചെറിയൊരു സിറ്റിംഗ് ഉണ്ട്. അവിടുത്തെ ഒരു വിശേഷം നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോയിട്ട് പറയാം എന്താ വിശേഷം എന്ന്. ഓക്കെ. ഇവിടെ കണ്ടോ, ചെറിയൊരു സിറ്റിംഗ് സ്പേസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയൊരു സ്പോട്ടും കൂടിയാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ഇവിടെയുള്ള നമ്മുടെ റംബൂട്ടാൻ. ഇത്തവണ കണ്ടോ ഒരുപാട് പൂത്തിട്ടുണ്ട്. ക്ലോസപ്പ് കാണിക്കുവാണെങ്കിൽ ഇതാ റംബൂട്ടാൻ്റെ പൂവ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് റംബൂട്ടാൻ്റെ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുക വെച്ചാൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇവിടെ ഒരുപാട് പൂക്കളുണ്ട് കണ്ടോ. ഇത്തവണ ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കെയറും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം റംബൂട്ടാനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റംബൂട്ടാൻ കൊടുക്കുന്ന കെയറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും എല്ലാവരും കാണുക. ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പൂ മുതൽ ഫ്രൂട്ട്സ് വരെയുള്ള ആ കാര്യങ്ങൾ മാത്രം, ആ വീഡിയോസ് മാത്രം നിങ്ങളെ കാണിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. സോ അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ. നമ്മളിപ്പോൾ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ട് 10 days കൂടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ റംബൂട്ടാൻ്റെ പൂക്കളൊക്കെ ഒന്ന് വിരിഞ്ഞു തുടങ്ങി. നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ കുറേ പ്രാണികൾ കണ്ടോ, കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാണികളാണ് ശരിക്കും ഇതിൻ്റെ പോളിനേഷന് അല്ലെങ്കിൽ പരാഗണത്തിന് സഹായിക്കുന്നത്. പൂക്കൾ വിരിഞ്ഞത് കണ്ടോ, ഒരു പൂമതം അടുത്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നോക്കിയാലും കണ്ടോ കുറേ പ്രാണികൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പൂക്കളുമായിട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ റംബൂട്ടാൻ. സോ നമുക്ക് ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഒരു 25 ദിവസം കൂടെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ റംബൂട്ടാൻ്റെ അപ്ഡേറ്റ്സ്. മൊത്തം 35 ദിവസം. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കായ്കളൊക്കെ വന്നു തുടങ്ങിയുണ്ടോ. ഞാനൊന്ന് പിടിച്ച് കാണിക്കാം. കണ്ടോ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറേ ചെറിയ കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊരു മഴ പെയ്ത കാരണം കുറേ അധികം കൊഴിഞ്ഞു പോയി. എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത അപ്ഡേറ്റ്സോടെ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ റംബൂട്ടാൻ്റെ ഒരു 15 ദിവസം കൂടെ ആയിട്ടുണ്ട്. ടോട്ടൽ 50 days ആയിരിക്കുന്നത്. ഇത് കണ്ടോ, കായ് ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിയാൽ കുറേ കാണാൻ പറ്റും. ഈ ആ ഭാഗത്തോട്ട് കണ്ടോ, അങ്ങോട്ട് നോക്കി മേളിലോട്ടും കുറേ കായ വന്നിട്ടുണ്ട്. ഇത് വീടിൻ്റെ മേളിൽ നിന്നുള്ള അവസ്ഥയാണേ, കണ്ടോ. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ അടുത്ത അപ്ഡേറ്റ് ആണ്. മൊത്തത്തിൽ 90 days, 90 ദിവസം. അത് 3 മാസം ആയി പൂ വന്നിട്ട്. സോ പൂ വന്നിട്ട് 3 മാസം ആകുമ്പോൾ നമ്മുടെ റംബൂട്ടാൻ്റെ അവസ്ഥ ഇതാണ്ടോ, പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. കണ്ട എല്ലാം ചാഞ്ഞിങ്ങനെ താഴേക്ക് കിടപ്പുണ്ട് വെയിറ്റ് കൊണ്ട്. കണ്ടോ, ഇവിടെ താഴേക്ക് നോക്കിയാലും കുറേ റംബൂട്ടാൻ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെയും അവിടെ ആ ടെറസിൻ്റെ മേളിൽ പോയിട്ടുള്ള വ്യൂ ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇതിൻ്റെ വ്യൂ ഒന്ന് കാണാം. അതിന് മുമ്പായിട്ട് വേറൊരു സർപ്രൈസുകൾ എന്താണെന്ന് വെച്ചാൽ, ഈ റംബൂട്ടാൻ്റെ ചുവട് ഭാഗം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ ചുവട്ടിൽ ഞാൻ എന്താ ചെയ്തിരിക്കണം, ജസ്റ്റ് പോയി കണ്ടതിന് ശേഷം
തൽക്കാലം ഇത്ര മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒരു 25 കിലോ ഉണ്ടാവും കേട്ടോ. ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനി കുറേ അധികം ഇത്ര തന്നെ ഉണ്ടാവും വേളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, എൻ്റെ ഈ ഇവിടെ താമസിക്കുന്ന കുറേ പേർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ ചെയ്യുന്നത്. കച്ചവടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ തട്ടി കാണിക്കാം. എത്ര ഉള്ള അടിപൊളിയായിട്ടല്ലേ. അപ്പോൾ ഇത്രയും റംബൂട്ടാൻ ഞങ്ങൾ നിർത്തി. അപ്പോൾ ഇവിടെ ഈ നിൽക്കുന്നത് കൂടാതെ ഇത് കണ്ടോ, താഴെയൊക്കെ ഒരുപോലെ നിൽക്കുന്നത് തറയിലൊക്കെ കിടക്കാം. കിടക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് എപ്പോൾ വേണം എടുത്ത് കഴിക്കാവുന്ന അവസ്ഥയിലാണ്. അത് ആ സൈഡിൽ നോക്കിയാൽ അവിടെയും കുറേ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു സർപ്രൈസ് ഗീവ് അവേ ഉണ്ട്. ഗീവ് അവേ ഇങ്ങനത്തെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഗീവ് അവേ കൊടുക്കാൻ പോണേ എൻ്റെ റംബൂട്ടാൻ തന്നെയാണ്. എന്തായാലും ഇതെത്തിക്കാൻ പറ്റില്ല. എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് ഒരു ചെറിയ റംബൂട്ടാൻ മരം കൂടെ ഉണ്ട്. കഴിഞ്ഞ വർഷം അതിലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ പ്രാവശ്യം കുറേ അധികം കായ് ഉണ്ടായിരുന്നു. സോ ആ കായ് ഇതിനേക്കാളും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിയുമ്പോഴേ അത് വഴുക്കുള്ളൂ. അപ്പോൾ അതിൽ എത്ര കായ ഉണ്ടാവുന്നതനുസരിച്ചായിരിക്കും ഞാൻ ഗീവ് അവേ കൊടുക്കുന്നത്. മിനിമം 5 പേർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അതിലുള്ളത് ഡിവൈഡ് ആയിരിക്കും കൊടുക്കുക. ഓക്കെ. അപ്പോൾ സാധാരണ ഗീവ് അവേക്കുള്ള പോലെ കടിച്ച പൊട്ടത്തെ ക്വസ്റ്റ്യൻസോ ഗസ്സിങ്ങോ ഒന്നും വേണ്ട. ചെയ്യേണ്ടത് എൻ്റെ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാം. എല്ലാ വ്യൂവേഴ്സും എലിജിബിൾ ആയിരിക്കും. എല്ലാ കമൻസും കൂടെ നറുക്കിട്ടെടുത്തിട്ട് അതിൽ നിന്നായിരിക്കും വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ 7-ാം തീയതിയാണ്, ജൂൺ 7 ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ജൂൺ 17 വരെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരും ഈ ഗിഫ്റ്റിന് ഈ ഗീവ് അവേക്ക് എലിജിബിൾ ആയിരിക്കും. അപ്പോൾ അത് ബാക്കി പ്രൊസീജിയർ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീഷ്.